തൃശൂരിൽ വിദ്യാർത്ഥികൾക്ക് ഭീഷണിയായി സ്കൂളിലെ ഗേറ്റിന്റെ തകർന്ന തൂൺ. പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കവാടത്തിലെ ഗേറ്റ് ഘടിപ്പിച്ച തൂൺ ഏത് നിമിഷവും നിലം പതിക്കുന്ന നിലയിലാണ്. പൊട്ടി തെന്നിമാറി അപകടാവസ്ഥയിലുള്ള തൂണിന്റെ ദൃശ്യം 24-ന് ലഭിച്ചു. LKG-യിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ തൊട്ട് +2-ലെ കുട്ടികൾ വരെ നടന്നു പോകുന്ന ഒരു വഴിയാണത്. ഏതെങ്കിലും ഒരു കുട്ടി ആ ബീമിലോ ആ ഗേറ്റിലോ ഒന്ന് പിടിച്ചു തൂങ്ങിയാൽ വലിയൊരു അപകടം ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. ഇത് കടുത്ത അനാസ്ഥയാണ്. ഇതിനെതിരെ ശക്തമായ നടപടി വേണം. ഇവിടുത്തെ PTA ഭാരവാഹികളും അവിടുത്തെ വാർഡ് മെമ്പർമാരും ഗ്രാമപഞ്ചായത്ത് മറ്റു പ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു സ്ഥലമാണ് ഈ പാഞ്ഞാൾ GHS. എന്നിട്ട് പോലും ഇവിടുത്തെ ഇത്തരത്തിലൊരു അനാസ്ഥ പരിഹരിക്കുന്നതിനുള്ള യാതൊരുവിധ നടപടിയും ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. ഭാരമേറിയ തൂൺ താങ്ങി നിർത്തുന്നത് കരിങ്കൽ ചീള് വെച്ചാണ്. സൂരജ് സജി വിശദാംശങ്ങളുമായുണ്ട്. സൂരജ്, ഇത് കാണുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ട്. വലിയ ഭാരമുള്ള തൂണാണ്, അത് താങ്ങി നിർത്തുന്നത് കരിങ്കൽ ചീള് വെച്ചാണത്. ഏത് നിമിഷവും നിലം പതിക്കുന്ന അവസ്ഥയിലാണ് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു ഇടപെടൽ എപ്പോൾ പ്രതീക്ഷിക്കാം? അനുജ, കോന്നിയിലെ ആനപരിപാലന കേന്ദ്രത്തിൽ ഈ കോൺക്രീറ്റ് തൂൺ വീണ് ഒരു പിഞ്ചു കുഞ്ഞ് മരിച്ചതിന്റെ വേദനയും നടുക്കവും മാറിയിട്ടില്ല. സമാനമായ ഒരു അപകട സാധ്യതയാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ പാഞ്ഞാൾ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അവിടെ UP മുതലുള്ള വിദ്യാർത്ഥികളുണ്ട്. ഏതെങ്കിലും ഒരു കുട്ടി ആ ഗേറ്റിൽ ഒന്ന് അറിയാതെ ബലപ്പിച്ചൊന്ന് പിടിച്ചാൽ മതി, ആ തൂൺ എപ്പോൾ വേണമെങ്കിലും മറിഞ്ഞു വീഴാവുന്ന അവസ്ഥയാണ്. ഈ തൂണിന്റെ അടിഭാഗം ആകെ പൊട്ടി മാറിയതിനു ശേഷം അവർ അതൊരു കരിങ്കൽ ചീല് വെച്ച് താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ്. എത്രമാത്രം വലിയ സുരക്ഷാ വീഴ്ചയാണ് അവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് വ്യക്തമാണ്. നിരവധി കുട്ടികൾ നടന്നു പോകുന്ന ഒരു പ്രദേശമാണ്. സ്വാഭാവികമായി ഈ കുട്ടികളൊക്കെ ആകുമ്പോൾ ഈ ഗേറ്റിലൊക്കെ തൂങ്ങുന്നതൊക്കെ സ്വാഭാവികമാണ്. അത്തരം ഒരു പ്രവൃത്തി ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അത് വരുത്തുന്ന അപകടം ചെറുതാകില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയം അധികൃതർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഒരു അടിയന്തര ഇടപെടൽ, അതായത് ആ കോൺക്രീറ്റ് തൂണും ഗേറ്റും അവിടെ നിന്ന് മാറ്റണം എന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ചും രക്ഷിതാക്കളെ സംബന്ധിച്ചും ഒക്കെ ഇപ്പോൾ അവരും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഒരു അടിയന്തര ഇടപെടൽ. പ്രിൻസിപ്പലിനൊക്കെ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്? അനുജ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇത് എത്രത്തോളം ലാഘവത്തോടു കൂടിയാണ് ഇവരെല്ലാവരും ഇതിനെ കാണുന്നതെന്ന് മാത്രമാണ്. ഒരു അപകടം ഉണ്ടായതിനു ശേഷം തുടർ നടപടിയല്ലല്ലോ വേണ്ടത്. അപകട സാധ്യതകൾ സ്കൂളിൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അധ്യയന വർഷം തുടങ്ങിയിട്ടുള്ളൂ. ഈ സ്കൂളിന് ഫിറ്റ്നസ് നൽകുന്ന സമയത്തൊക്കെ സ്വാഭാവികമായും ഇത്തരം പരിശോധനകളെല്ലാം നടത്തേണ്ടതാണ്. ഈ കയറി വരുന്ന കവാടത്തിനോട് ചേർന്നുള്ള ഗേറ്റിന്റെ തൂൺ ഇളകിയിരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഫിറ്റ്നസ് പരിശോധിക്കാൻ വേണ്ടി എത്തിയ ഉദ്യോഗസ്ഥന്റെ കണ്ണിൽ ഒരു കാരണവശാലും പെടാതിരിക്കേണ്ട കാര്യമല്ല. പക്ഷേ അത്തരത്തിൽ ഫിറ്റ്നസ് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ തുടങ്ങി ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ ആകട്ടെ ആരും തന്നെ ഈ വിഷയത്തിൽ ഒരു ഗൗരവമായി കാണുന്നില്ല എന്നുള്ളതാണ്. ഈ കുട്ടികളൊക്കെ പലപ്പോഴും ഈ ഗേറ്റിലൊക്കെ തൂങ്ങി ആടാറൊക്കെ ഉണ്ട്. അത് സ്കൂളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന സ്വാഭാവിക കാഴ്ചയാണ്. അങ്ങനെ ഒരു കുട്ടിക്ക് ആ ഗേറ്റിൽ കയറി ഒന്ന് തൂങ്ങാനോ അല്ലെങ്കിൽ ആ ഗേറ്റിൽ പിടിക്കാനോ തോന്നിയാൽ മതി, എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാം. അവിടെ ഈ കുട്ടികൾക്ക് അപകടം വരാതെ ഇരിക്കുന്നതിന് വേണ്ടി ആകെ ആശ്രയം എന്ന് പറയുന്നത് ആ തൂണിന് താഴെ വച്ചിരിക്കുന്ന കരിങ്കൽ ചീളാണ്. അതൊന്ന് തെന്നി മാറിയാൽ പോലും വലിയ അപകടമാണ് പതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അപകടവും ഗൗരവവും കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മളിത് അധികൃതർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അതിൽ ഒരാൾക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അവിടുത്തെ പ്രിൻസിപ്പൽ എന്ന് വേണ്ട, അധ്യാപകർ എന്ന് വേണ്ട, അവരെല്ലാവരും സഞ്ചരിക്കുന്ന പാതയാണ്. അവരെല്ലാവരും എല്ലാ ദിവസവും കാണുന്ന ഗേറ്റാണ്. അങ്ങനെയെങ്കിൽ അതിൽ അവരൊരു ഗൗരവത്തിൽ എടുക്കുന്നില്ല ഈ വിഷയങ്ങൾ എന്നുള്ളതാണ്. കുട്ടികളുടെ സുരക്ഷയാണ്, കുട്ടികളുടെ ജീവനാണ്. അതുകൊണ്ട് തന്നെ ഒരു അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായേ തീരൂ. അനുജ, അതാണ് പാഞ്ഞാൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള ദൃശ്യമാണ്. അത്യന്തം അപകടകരമായ അവസ്ഥയിലാണ് അവിടുത്തെ ഗേറ്റ് ഘടിപ്പിച്ച തൂൺ നിൽക്കുന്നത്. ഏത് നിമിഷവും അത് നിലം പതിക്കാമെന്ന നിലയിലാണ്. പൊട്ടിയിട്ടുണ്ട്, തെന്നിമാറി അപകടാവസ്ഥയിലാണ് ആ തൂൺ ഉള്ളത്. അതിന്റെ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്.